നമ്മള് കുറേ ദിവസങ്ങളായി ഓരോരോ പാഠങ്ങള് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. നമ്മള് ഗണിതത്തിന്റെ 1-ാം പാഠം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നു. ആ 1-ാം പാഠത്തിന്റെ പേരെന്താ? സംഖ്യാലോകം അല്ലേ. നമ്മൾ ഇന്ന് ആ സംഖ്യാലോകത്തിന്റെ ബാക്കി ഭാഗങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. എല്ലാവരും റെഡിയല്ലേ? നമ്മള് കഴിഞ്ഞ ദിവസം സംഖ്യാലോകത്തിന്റെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചില്ലേ? എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? സ്ഥാനവില അനുസരിച്ചിട്ട് എഴുതാനല്ലേ. സ്ഥാനവില ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ടീച്ചർ പറയുന്നതിനോടൊപ്പം നിങ്ങളും പറയണം കേട്ടോ. റെഡിയല്ലേ നിങ്ങള്? ശരി, നമുക്ക് തുടങ്ങാം. എന്താണ് ആദ്യത്തേത്? 1, 10, 100, 1000, പിന്നെ എന്താണ്? 10,000. അടുത്ത സംഖ്യ ഏതാണ്? ലക്ഷം. നമ്മള് ടീച്ചർ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ തന്നിരുന്നില്ലേ? എന്തായിരുന്നു അത്? എന്തായിരുന്നു? സ്ഥാനവില അനുസരിച്ചിട്ട് എഴുതാനല്ലേ. അതിന് എത്ര സംഖ്യകൾ നിങ്ങൾക്ക് തന്നിരുന്നു? 3 സംഖ്യകൾ തന്നിരുന്നു അല്ലേ. ചെയ്തില്ലേ നിങ്ങള്? അത് ശരിയാണോ എന്നൊക്കെ നോക്കണ്ടേ? നിങ്ങൾ അതിനാരെങ്കിലും സഹായിച്ചിരുന്നോ? അച്ഛനും അമ്മ സഹായിച്ചോ? അല്ലെങ്കിൽ ചേച്ചിമാരെ സഹായിച്ചോ? ശരി, ചിലരൊക്കെ ഒറ്റയ്ക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, ടീച്ചറ് അതിലെ ഏറ്റവും വലിയ സംഖ്യ നിങ്ങൾ എഴുതിയത് ശരിയാണോ എന്ന് ഇപ്പൊ പരിശോധിക്കാൻ പോവാണ്. നിങ്ങൾ നിങ്ങളുടെ ബുക്കൊക്കെ എടുത്ത് വെച്ചോട്ടോ. ശരിയാണോ എന്ന് ഇപ്പൊ നമുക്ക് നോക്കാം. ശരിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളത് ശരിയിടണം. നമ്മള് കഴിഞ്ഞ ദിവസം ഒരു സ്ഥാനവില പോക്കറ്റ് കണ്ടില്ലേ? അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ കുറെ കാര്യങ്ങൾ പഠിച്ചിരുന്നല്ലോ. പഠിച്ചില്ലേ? ഇനി നമ്മള് ഒന്നും കൂടി ആ സ്ഥാനവില പോക്കറ്റ് നിങ്ങൾ ചെയ്ത കാര്യം ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടി ഉപയോഗിക്കും. നമുക്കൊരിക്കൽ കൂടി ആ സംഖ്യ നോക്കാം. ഏതാണ് ആ സംഖ്യ? 64,239. അത് എത്ര അക്കൗണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. 64,239. എത്ര അക്കൗണ്ട് ഇപ്പോ? 5 അക്കൗണ്ട് അല്ലേ. ഇനി നമുക്ക് ഇത് സ്ഥാനവില അനുസരിച്ചിട്ട് ക്രമീകരിക്കാം. അതിനായി നമ്മൾ എന്താ ഉപയോഗിക്കാൻ പോണെന്ന് അറിയാമോ? അതിനായിട്ട് നമ്മള് കഴിഞ്ഞ ദിവസം പഠിച്ച ഒരു സ്ഥാനവില പോക്കറ്റ് ഇല്ലേ? ഓർക്കുന്നുണ്ടോ? അത് ഉണ്ട് അല്ലേ? അത് നമുക്കൊന്ന് നോക്കാം. ഇത് നോക്കിയേ, ഇതാണ് എന്ത്? സ്ഥാനവില പോക്കറ്റ്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സംഖ്യ സ്ഥാനവില അനുസരിച്ചിട്ട് എഴുതും അല്ലേ. ഈ സ്ഥാനവില പോക്കറ്റ് ഒന്ന് നോക്കിയേ. ഇതെന്താണ്? 1, 10, 100, 1000, 10,000, ലക്ഷം, പിന്നെ 2 പോക്കറ്റും കൂടി ഉണ്ട് അല്ലേ. അത് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലേ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് പഠിക്കാം കേട്ടോ. പിന്നീട് നമുക്കത് പഠിക്കാം. ഇത് ക്രമീകരിച്ച് എഴുതാം. ഈ സംഖ്യ ഏതാണ്? ഏതാണ്? 9. ഇനി നമ്മള് നിങ്ങളുടെ ബുക്കിൽ എഴുതിയിരിക്കുന്ന സംഖ്യയുടെ സ്ഥാനവിലയാണ് നോക്കാൻ പോകുന്നത്. 9ന്റെ സ്ഥാനം എന്താണ്? ഒന്ന് വായിച്ചു നോക്കിയേ. അത് തന്നെ ശരിയാ. 1. നമ്മളെന്താ ചെയ്യാൻ പോണേ? 1ന്റെ പോക്കറ്റിലേക്ക് നമ്മൾ ഈ 9നെ എടുത്ത് വെക്കുന്നു. അടുത്ത സംഖ്യ ഏതാണ്? 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 3. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? 3ന്റെ സ്ഥാനം ഏതാന്ന് നോക്കൂലേ. 3ന്റെ സ്ഥാനം ഏതെന്താ? നമ്മൾ എന്തെന്നാ പറഞ്ഞ? 39. 33 10 അല്ലേ. അപ്പൊ നമ്മൾ ഏത് സ്ഥാനത്തിലാണ് വെക്കേണ്ടത്? 10ന്റെ സ്ഥാനത്ത്. നോക്കിയേ, നമുക്കിപ്പോ 39 എന്ന സംഖ്യയായി. ഇനി അടുത്ത സംഖ്യ ഏതാണ്? 239 എന്നുള്ളതാണ്. അടുത്തത് ഏതാണ്? 200 എന്ന് പറയുമ്പോ 200. 200 രണ്ടെങ്ങോട്ട് വെക്കണം? 100ന്റെ സ്ഥാനത്ത്
വെക്കണം. അപ്പൊ നോക്കിയേ, 239. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നേ? 1000ന്റെ സ്ഥാനത്തുള്ള സംഖ്യ ഏതാണോ നോക്കാൻ പോകുന്നത്. ഏതാണ് നോക്കിയേ? ടീച്ചർ ഏതാ കാണിച്ചിരിക്കുന്നത്? 4. 4000. അപ്പൊ നമ്മൾ എവിടെ വെക്കും? ഇവിടെ വെക്കും. ശരിയല്ലേ? നിങ്ങൾ ഇത്രയും വരെ എഴുതുന്നത് ശരിയാണോ? ഇനി അടുത്ത സംഖ്യ ഏതാണ്? ഏത് സ്ഥാനത്തുള്ള സംഖ്യയാണ് അടുത്തത്? 10000ന്റെ സ്ഥാനത്തല്ലേ? ഏതാണ്? 6 അല്ലേ? നമ്മൾ പറഞ്ഞു 64,000. അപ്പോ 10000ന്റെ സ്ഥാനത്ത് ഏതാണ്? 6. എല്ലാവരും ശരിയായോ? ഇത് ശരിയായില്ലേ? ചിലരുടെയൊക്കെ തെറ്റിപ്പോയെങ്കിൽ സാരില്ല, നമുക്ക് ശരിയാക്കാം കേട്ടോ. നമ്മള് എത്ര സ്ഥാനം വരെ പഠിച്ചത്? ലക്ഷം വരെ പഠിച്ചു അല്ലേ? പക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസം എഴുതിയത് എന്തായിരുന്നു? 64,239 എന്നാണ് എഴുതിയത്. അതായത് നമ്മള് 10,000ന്റെ വരെയുള്ള സ്ഥാനവിലയാണ് നോക്കിയത് അല്ലേ? നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയോ? എന്താണ്? ലക്ഷം. ടീച്ചറെ കാണിച്ച സംഖ്യ ഏതാണ്? ടീച്ചറെ കാണിക്കുന്ന സംഖ്യ ഏതാണ്? 7 അല്ലേ? ആണോ? ആണ്. ടീച്ചർ എന്താ ചെയ്യാൻ പോണെന്നൊന്ന് നോക്കിയേ. ഇത് കണ്ടോ? ടീച്ചർ ഈ 7നെ ലക്ഷത്തിന്റെ സ്ഥാനത്തേക്ക് വെക്കുന്നു. വെച്ചോ? വെച്ചല്ലേ? ഇത് നമ്മൾ എന്താ ചെയ്യണ്ടേ? വായിച്ചു നോക്കണം. വായിച്ചു നോക്കണ്ടേ? വാ നമുക്ക് വായിച്ചു നോക്കാം. 7,64,239. എന്താണ് ഈ സംഖ്യ? 7,64,239. ഇനി നിങ്ങൾ തന്നെ ഒന്ന് വായിച്ചേ. വായിച്ചോ? നമ്മൾ ഇത്രയും സമയം എന്ത് ചെയ്യുകയായിരുന്നു? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യങ്ങള് ഒന്നും കൂടിയൊക്കെ ഒന്ന് ഓർക്കുകയും നിങ്ങൾ ചെയ്ത വർക്കുകള് ശരിയാണോ എന്ന് നോക്കുകയുമായിരുന്നു അല്ലേ? ഇനി നമുക്ക് ഇന്ന് ഒരു പുതിയ കാര്യം പഠിക്കാം. എന്താണെന്ന് അറിയാമോ ആ പുതിയ കാര്യം? അതാണ് മടങ്ങ് എന്ന ആശയം. എന്താണ് മടങ്ങ്? നിങ്ങൾ അതെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ആ ശരിയാണ് ശരിയാണ്, നമ്മള് കുക്കറി ഷോയിലൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? ആ വെള്ളത്തിന്റെ 2 മടങ്ങ് എന്തെടുക്കണം? പാലെടുക്കണം എന്നൊക്കെ പറയില്ലേ? അരിയുടെ 2 മടങ്ങ് വെള്ളം എടുക്കണം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ അത് തന്നെ. അതെന്താണെന്ന് നമുക്കൊന്ന് ചെറുതായിട്ട് മനസ്സിലാക്കാം. ഇതാണ് നമ്മളിനി നോക്കാൻ പോകുന്ന ചാപ്റ്റർ. ഇതിൽ ഏത് സംഖ്യയാണ് ആവർത്തിച്ച് എഴുതിയിരിക്കുന്നത്? 3. 3 അല്ലേ? ആ 3 തന്നെ. ഇനി നമുക്ക് നോക്കാം. 3 ഒരു പ്രാവശ്യം വരുമ്പോൾ 3. 3 എത്ര പ്രാവശ്യം വരുമ്പോഴാണ് 3? ഒരു പ്രാവശ്യം. 3 2 പ്രാവശ്യം വരുമ്പോൾ 6. എത്ര പ്രാവശ്യമാണ്? 2 പ്രാവശ്യം. 3 പ്രാവശ്യമാകുമ്പോൾ എത്രയാകും? 9. 3 പ്രാവശ്യം വരുമ്പോൾ എത്രയാണ്? അത് തന്നെ 9. 3 4 പ്രാവശ്യമാകുമ്പോൾ എത്രയായിരിക്കും? എത്രയാണ്? 12. എത്രയാണ്? 12. 12 അല്ലേ? 12 ആണല്ലോ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തതും കൂടി ഒന്ന് നോക്കാം. 3 5 പ്രാവശ്യമാകുമ്പോൾ എത്രയാകും? 15. എത്രയാണ്? 15. അപ്പോൾ 3 ഓരോ പ്രാവശ്യം കൂട്ടി എഴുതുമ്പോഴും സംഖ്യക്ക് എന്ത് സംഭവിക്കുന്നു? മാറ്റം സംഭവിക്കുന്നു അല്ലേ? 3 ഓരോ പ്രാവശ്യം കൂടുമ്പോഴും 3
കൂടി കൂടി വരുന്നു. 3, 6, 9, 12, 15. 3-നേക്കാൾ 3 കൂടുമ്പോൾ 6. 6-നോട് 3 കൂടുമ്പോൾ 9. 9-നോട് 3 കൂടുമ്പോൾ 12. 12-നോട് 3 കൂടുമ്പോൾ എത്ര കിട്ടും? 15. നമുക്ക് ഇതിന് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത് നോക്കാം. 3-ന്റെ 1 മടങ്ങ് 3. 3-ന്റെ 2 മടങ്ങ് 6. 3-ന്റെ 3 മടങ്ങ് 9. 3-ന്റെ 4 മടങ്ങ് 12. 3-ന്റെ 5 മടങ്ങ് എത്രയായിരിക്കും? എത്രയായിരിക്കും? 15. ഇനി നമ്മൾ എന്താ പഠിക്കാൻ പോകുന്ന പുതിയ കാര്യം എന്നറിയാമോ? 10 മടങ്ങുകൾ എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. എത്ര മടങ്ങുകളാണ്? 10 മടങ്ങുകൾ. ഇത് നോക്കിയേ, ഇത് എത്രയാണ്? 1. ഇത് കണ്ടോ? 1. 1 10 പ്രാവശ്യം എഴുതുമ്പോൾ എത്രയാകും? 10 മടങ്ങാകും. 1-ന്റെ 10 മടങ്ങാണ് 10. ഒന്ന് നോക്കിയേ, 1-ന്റെ 10 മടങ്ങ് 10. 10-ന്റെ 10 മടങ്ങ് ഇതെത്രയാണ്? എത്രയാണ്? 100. 1-ന്റെ 10 മടങ്ങ് 10. 10-ന്റെ 10 മടങ്ങ് 100. 100-ന്റെ 10 മടങ്ങ് എത്രയായിരിക്കും? എത്രയായിരിക്കും? 1000. ഒന്ന് വായിച്ചു നോക്കിയേ. നിങ്ങൾ സ്ഥാനവിലയൊക്കെ പഠിച്ചതാണല്ലോ. എത്രയാണിത്? 1000. 1-ന്റെ 10 മടങ്ങ് 10. 10-ന്റെ 10 മടങ്ങ് 100. 100-ന്റെ 10 മടങ്ങ് 1000. 1000-ന്റെ 10 മടങ്ങ് എത്രയാണ്? 10000. 1000-ന്റെ 10 മടങ്ങ് എത്രയാണ്? 10000. നമുക്ക് ഒന്നും കൂടി ചൊല്ലി നോക്കാം. 1-ന്റെ 10 മടങ്ങ് 10. 10-ന്റെ 10 മടങ്ങ് 100. 100-ന്റെ 10 മടങ്ങ് 1000. 1000-ന്റെ 10 മടങ്ങ് 10000. 10000-ന്റെ 10 മടങ്ങ് എത്രയാണ്? ലക്ഷം. 10000-ന്റെ 10 മടങ്ങ് എത്രയാണ്? ലക്ഷം. എത്ര ലക്ഷം ഉണ്ടത്? 1 ലക്ഷം. കുറച്ചു നേരമായിട്ട് സംഖ്യകൾ എഴുതുകയും വായിക്കുകയും പറയുകയൊക്കെ ചെയ്യുകയാണല്ലേ. ഇനി നമുക്കൊരു കാർട്ടൂൺ കാണാം. എന്താണ് കാർട്ടൂൺ? നിങ്ങൾ ചെറുതിലേക്ക് കണ്ടിട്ടുണ്ടല്ലോ പല കാർട്ടൂണുകളും. ഏതാണ് കാർട്ടൂൺ? ഡോറ ബുജി, ഛോട്ടാ ഭീം, അങ്ങനെ പല കാർട്ടൂണും കണ്ടിട്ടില്ലേ കൊച്ചു ടിവിയില്? നമ്മൾ അത്രക്കുള്ള കാർട്ടൂണൊന്നും അല്ല കേട്ടോ. പക്ഷെ ഈ കാർട്ടൂണുകളിലൂടെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും. എന്താ മനസ്സിലാകുന്നത്? മടങ്ങുകൾ എന്താണെന്നും 10 മടങ്ങുകൾ എന്താണെന്നും 3-ന്റെ 10 മടങ്ങുകൾ എന്താണെന്നും നമുക്ക് മനസ്സിലാക്കാം. നമുക്കിനി അത് കാണാം. കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും എന്നെ മനസ്സിലായോ? ഞാനാണ് 3. ഇനി ഞാൻ എൻ്റെ കഥ പറയാം. ഞാൻ 3-ൽ നിന്നും 3 ലക്ഷമായ കഥയാണ്. ഞാൻ എപ്പോഴും തനിച്ചായിരുന്നു. അതുകൊണ്ട് ഞാൻ വളരെ വിഷമത്തിലാണ്. ഞാൻ വലുതായി, 10 ഇരട്ടി വലുതായി. ഞാനിപ്പോൾ തനിച്ചല്ല കേട്ടോ, ഞാനിപ്പോൾ 30ആയി. ഞങ്ങളിപ്പോൾ 2 പേരുണ്ട്, 3-ഉം 0-ഉം. ഇതാ നോക്കൂ, ഞാനേ ഇപ്പോൾ 300ആയി.
30 ഞാൻ 10 മടങ്ങ് വലുതായി 300 ആഹാ, ഈ സംഖ്യ ഒന്ന് നോക്കിയേ. ഈ സംഖ്യയെ എന്തെന്നാണ് വായിക്കുന്നത്? 3000. ഈ സംഖ്യയിൽ എത്ര അക്കങ്ങളുണ്ട്? 1 2 3 4. 4 അക്കമാണോ? ആണ്. ആ, ശരിയാണ്. ഇത് 4 അക്കമുള്ള സംഖ്യയാണ്. ഇതേ ഞാനേ 300 ഞാനേ 10 മടങ്ങ് വലുതായപ്പോഴേ കിട്ടിയതാണ്. ഞാനിപ്പോൾ വലുതായില്ലേ? വലുതാവുണ്ടാണല്ലോ. വലുതാവും. വലുതായി. ഞാൻ വലുതായി. 3000 ഞാനേ. ഇപ്പം എത്രയായെന്ന് നോക്കാം. ഞാൻ 10 മടങ്ങ് വീതമാണ് കേട്ടോ വലുതാവുന്നേ. നമുക്കേ ഈ സംഖ്യയിലെ എത്ര അക്കങ്ങളുണ്ടെന്ന് നോക്കാം. 1 2 3 4 5. 5 അക്കമുണ്ട്. 5 അക്കമുള്ള സംഖ്യയെ സ്ഥാനവില അനുസരിച്ചിട്ട് എന്തെന്നാ പറയണം? 10000. അപ്പോഴേ 10000ൻ്റെ സ്ഥാനത്തിവിടെ എത്രയാണ്? 3 അല്ലേ? 3 ആകുമ്പോൾ 3 10000 30000. ഞാനേ ഇപ്പോഴേ 30000 ഞാനേ ഇപ്പോഴേ 3 ലക്ഷമായി. ആയോ? നമുക്കൊന്ന് നോക്കിയാലോ? നമുക്കേ സ്ഥാനവില നോക്കിയാലേ ഞാനിപ്പോ 3 ലക്ഷമായോ എന്നറിയാം. ഇതിലെത്ര അക്കങ്ങളുണ്ടെന്ന് ആദ്യം നോക്കാം. 1 2 3 4 5 6. 6ആണോ? ശരിയാണല്ലേ, 6ആണ്. 6 അക്കമുള്ള സംഖ്യയെ പറയുന്ന പേരാണ് ലക്ഷം. ലക്ഷം. ലക്ഷത്തിന്റെ സ്ഥാനത്ത് 3 ആയതുകൊണ്ട് ഞാൻ 3 ലക്ഷം. നമ്മളിപ്പോ ഒരു കാർട്ടൂൺ കണ്ടില്ലേ? ടീച്ചർ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ കാർട്ടൂണിൽ നിന്ന് നമുക്കൊരു കാര്യം പഠിക്കാൻ പറ്റുമെന്ന്. എന്തായിരുന്നു? 3ന്റെ 10 മടങ്ങുകൾ അല്ലേ? നമുക്കതൊന്ന് നോക്കാം. അത് ടീച്ചർ ചാർട്ടിൽ എഴുതിയിട്ടുണ്ട്. ഒന്ന് നോക്കാം നമുക്ക്. നോക്കിയേ, 3ന്റെ 10 മടങ്ങ് 30. 30ന്റെ 10 മടങ്ങ് 300. 300ന്റെ 10 മടങ്ങ് 3000. 3000ത്തിന്റെ 10 മടങ്ങ് എത്രയാണ്? 30,000. 30,000ത്തിന്റെ 10 മടങ്ങോ 3 ലക്ഷം. പഠിച്ചു അല്ലേ? ഇന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാ പഠിച്ചത്? അത് തന്നെ. നമ്മള് മടങ്ങുകൾ എന്താണെന്ന് പഠിച്ചു. 3ന്റെ മടങ്ങുകൾ എന്താണെന്ന് പഠിച്ചു. അതിന്റെ കാർട്ടൂൺ നമ്മൾ കണ്ടു അല്ലേ? പിന്നെ അതുകൂടാതെ നമ്മൾ ഈ സ്ഥാനവില ഉപയോഗിച്ചിട്ട് വേറൊരു കാര്യം കൂടി പഠിച്ചു. വലത് നിന്ന് ഇടത്തോട്ട് പോകും തോറും സ്ഥാനവില വർദ്ധിച്ചു വരുന്നു. എങ്ങനെ വരുന്നു? അതെങ്ങനെയാണ്? 10 മടങ്ങ് വീതമാണ് വർദ്ധിക്കുന്നത്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മളെപ്പോഴും എങ്ങനെയാണ് സ്കൂളിൽ പോകുമ്പോ ഒരു ദിവസം ഒരു പാഠം പഠിച്ചതിന് ശേഷം അത് നന്നായി പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ ചില പ്രവർത്തനങ്ങളൊക്കെ ചെയ്യൂല്ലേ? അതിനെന്തെന്നാ പറയുന്നത്? തുടർ പ്രവർത്തനം. അതിനു വേണ്ടിയിട്ട് ടീച്ചർ ചില സംഖ്യകൾ തരും. നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒന്ന് എഴുതിയെടുക്കോ? ഏതൊക്കെ സംഖ്യകളാണെന്ന് നോക്കാം. ടീച്ചർ 3 സംഖ്യകൾ പറയട്ടെ. എന്തിനാ സംഖ്യകൾ പറയുന്നത്? നമുക്ക് തുടർ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാട്ടോ. ഏതൊക്കെയാണ് സംഖ്യ എന്നറിയോ? 2 3 5. ടീച്ചർ 3 സംഖ്യകൾ പറഞ്ഞു അല്ലേ? അതെന്താ ചെയ്യേണ്ടതെന്നറിയോ? ഇത് നോക്കിയേ, നമ്മള് 3ന്റെ 10 മടങ്ങുകൾ വീതം 3 ലക്ഷം വരെ എഴുതിയിട്ടുണ്ട്.
ഇതുപോലെ നമ്മള് 2ന്റെ 10 മടങ്ങ് വീതം വർദ്ധിച്ചാണ് എഴുതേണ്ടത്. അത് എങ്ങനെയാണ്? 2, 20, 200. അടുത്ത എത്രയാണ്? 2000. ഇനി ടീച്ചർ പറയില്ല. എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ തനിയെ എഴുതണം. മറ്റു സംഖ്യകളും ഇതുപോലെ തന്നെ നിങ്ങൾ തനിയെ എഴുതണം. എന്നിട്ട് നമ്മള് അടുത്ത ക്ലാസ്സിൽ ഇത് ശരിയാണോ എന്ന് നോക്കും. ആരൊക്കെ കൂടിയാണ് നോക്കുന്നത്? ടീച്ചറും നിങ്ങളും ഒരുമിച്ച് ചേർന്നാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും നല്ല ദിവസം